ഹായ്, ഇന്ന് നമ്മളൊരു ഹെൽത്തി രസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വാഴത്തട ഇതുപോലെ നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി 5 കുഞ്ഞുള്ളിയും 2 വെളുത്തുള്ളി അല്ലിയും കൂടെ നമുക്ക് ഒന്ന് ക്രഷ് ആക്കി, അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും നമുക്ക് വെള്ളത്തിയിട്ട് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി കൂടെ നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കറിവേപ്പിലയും ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ബനാന സ്റ്റെമ്മും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് വാഴത്തടയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനോടൊപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി കൂടാതെ നമുക്ക് ബാക്കിയുള്ള മസാലകളും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കൂടെ ഉള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബനാന സ്റ്റെം പെട്ടെന്ന് വേവുന്നത്, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ നമ്മളൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യണം. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എല്ലാ പുളിയും മസാലകളും എല്ലാം ഈ വാഴത്തടയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു രസം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്